ഇതിപ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 5 മണിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുഞ്ഞ് ക്ലാസ് വിട്ട് വന്നു, കുളിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനായിട്ട് കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഒരു കമ്പനിക്ക് വേണ്ടി എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണെങ്കിൽ കുറച്ച് മീൻ കിട്ടി, കൊച്ചു കൊഴുവ. എന്നാൽ പിന്നെ ഒരു മാങ്ങ ഇട്ടിട്ട് ഒരു കൊഴുവക്കറിയും കൂടി വെച്ചിട്ട് സെറ്റാക്കിയിട്ട് അവൻ്റെ കൂടെ പോയിരുന്നിട്ട് ചായ കുടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ വേഗം തന്നെ മാങ്ങയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി അരപ്പെല്ലാം തയ്യാറാക്കി. അപ്പോഴേക്കും കുഞ്ഞുഞ്ഞു വന്ന് അടുത്തിരുന്നു കേട്ടോ. അമ്മയെ ഞാൻ ഷൂട്ട് ചെയ്ത് തരണോ എന്നൊക്കെ ചോദിച്ചാണ് പുള്ളി വന്നിരുന്നത്. വേണ്ട മോനെ, എന്നാൽ പിന്നെ ഇതൊന്ന് വേഗം ഒന്ന് തട്ടിക്കൂട്ടി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ അരപ്പ് റെഡിയാക്കി എല്ലാം സെറ്റാക്കി അടുപ്പത്തോട്ട് വെച്ചു. ഈ കറിവേപ്പില ഉണ്ടല്ലോ, ക്രിസ്മസിന് മുന്നേ എനിക്ക് ചേച്ചിയുടെ കറിവേപ്പിൽ നിന്ന് ഒടിച്ചു തന്നാട്ടോ. ഇപ്പോഴും യാതൊരുവിധ പ്രശ്നമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ സാധനം കുപ്പിയിലൊക്കെ ഇട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ കുപ്പിയിലൊന്നും ഇട്ട് വെക്കേണ്ട, ഇങ്ങനെ കവറിൽ കെട്ടി തന്നെ ഭദ്രമായിട്ട് വെച്ച കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമേ. നമ്മുടെ വീട്ടിൽ കറിവേപ്പ് മരം ഉണ്ടെങ്കിൽ പോലും അതിനൊരു 10 അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ അത് ട്രിം ചെയ്ത് നിർത്താനായിട്ട് ഭയങ്കര വിഷമമാണ് കേട്ടോ. ഇപ്പോൾ തൽക്കാലം പറിക്കണമെങ്കിൽ നമ്മളൊന്നെങ്കിൽ കയറണം അല്ലെങ്കിൽ തോട്ടിക്ക് വലിക്കണം. അപ്പം ഞാൻ ചേട്ടത്തിട്ട് അവിടെ നിന്ന് കുറച്ച് കറിവേപ്പില പറിച്ചുകൊണ്ട് വെച്ചാണ്. അപ്പോൾ അത് മീൻകറി സെറ്റായി. ഇതേ കുഞ്ഞുഞ്ഞ് തന്നെ അതൊക്കെ അടച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പം ഞങ്ങളിതാ മുളക് ബജിയുണ്ട്, പഴംപൊരിയുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം എന്നെ വിളിച്ച്, അപ്പോൾ സംഭവം ഞാൻ ചെന്നിരുന്നതിന് ശേഷമാട്ടോ ഫിലോമിനയുടെ പോലത്തെ എൻ്റെ തലമുടിയുടെ ഹെയർ സ്റ്റൈൽ ഞാൻ ശ്രദ്ധിച്ചത്. എനിക്ക് വലിയ ശമ്പളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊന്നും കളഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് എന്നാ ടേസ്റ്റുള്ള മുളക് ബജിയായിരുന്നു എന്നറിയാവോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, കുറച്ച് ചൂടും ഉണ്ടായിരുന്നേ. അങ്ങനെ മുളക് ബജി കഴിച്ചു, പഴം പൊരിയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന ചപ്പും ചവറെല്ലാം എടുത്തുകൊണ്ട് കളയാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോഴേക്കും എന്താ അവൻ മുറുക്കെടുത്തുകൊണ്ട് വന്നിട്ട് വാമയെന്ന് പറഞ്ഞ് വീണ്ടും വിളിച്ചു. അതിൽ നിന്നൊരു മുറുക്കും കൂടി തട്ടിയിട്ട് ഞാൻ വേഗം തന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോയി കുളിച്ച് റെഡിയാക്കി സെറ്റാക്കി വിളക്കൊക്കെ കത്തിക്കാനായിട്ട് പോയി കേട്ടോ.